കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ സിനിമാ താരം ജയസൂര്യയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ആ ക്ഷേത്രത്തിൽ തന്നെ ക്യാമറാമാനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ബൗൺസേഴ്സ് കൈകാര്യം ചെയ്തു, നല്ല ഇടിവെച്ചു കൊടുത്തു. അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നാണ് ഓൺലൈൻ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സെലിബ്രിറ്റിയുടെ കൂടെയുള്ള പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ ഒരു സിവിലിയനെ ആക്രമിച്ചാൽ അതങ്ങനെ ആക്രമിക്കാൻ അവർക്ക് അങ്ങനെ ഒരു റൈറ്റ് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഈ വിഷയത്തോടുകൂടി ഉയർന്നു വന്നു കഴിഞ്ഞു. അങ്ങനത്തെ ഒരു റൈറ്റ് അവർക്കെന്നല്ല, ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് പോലും ഒരാളെ പബ്ലിക്കലി കൈകാര്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല. ഇന്ത്യയിൽ 2005 നിലവിൽ വന്ന പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു ലൈസൻസ് സിദ്ധിച്ച സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അത്തരം പ്രൊവൈഡ് ചെയ്ത പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളുടെ ജോലി ഈ സെലിബ്രിറ്റിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ഡീഎസ്കലേറ്റ് ചെയ്യുക, ടെൻഷൻ റിഡ്യൂസ് ചെയ്യുക, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അദ്ദേഹത്തിനും അവിടെ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് പക്ഷേ ആരെയും കൈകാര്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ഒരു പ്രൈവറ്റ് സ്പേസിൽ ഒരു സെലിബ്രിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈവന്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിപുലമായ അധികാരങ്ങൾ അവർക്കുണ്ട്. അതല്ല, ഒരു പബ്ലിക് സ്പേസിലാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സിവിലിയനോട് മാറി നിൽക്കാൻ പറയാൻ പോലും അവർക്ക് അതിന് റൈറ്റ് ഇല്ല. അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വയലൻസ് ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അസിസ്റ്റൻസ് കൊടുക്കാം, മെഡിക്കൽ അസിസ്റ്റൻസും ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാം. അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ അടുത്ത ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുക. ഈ സെലിബ്രിറ്റിയുടെ പ്രോഗ്രാം ഷെഡ്യൂളിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കുക. ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന കാര്യങ്ങൾ ചാർട്ട് ചെയ്യുക, അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നുള്ള ഡിസ്റ്റർബൻസസുകൾ ഇല്ലാതെ അദ്ദേഹത്തെ കൊണ്ടു നടക്കുക, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ അതുകൂടാതെ അവർക്കെതിരെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു കായികമായിട്ടൊരു ആക്രമണം ഉണ്ടായിരുന്നാൽ ഒരു സിവിലിയനുള്ള റൈറ്റ് തന്നെ അവർക്കും ഉണ്ട്. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടുക, ലോക്കൽ പോലീസിനോടോ ആരാണോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അത് വിവരം കൈമാറുക, റിപ്പോർട്ട് ചെയ്യുക, അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ നിയമം അനുശാസിക്കുന്ന പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന റൈറ്റ് ഏതൊരാൾക്കും ഉണ്ടല്ലോ. പക്ഷെ അത് ഉപയോഗിക്കുന്നത് ഏത് എക്സ്റ്റെൻഡ് വരെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ പ്രൊപ്പോർഷനേറ്റ് ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതല്ലാതെ ഒരു ആവേശത്തിന് സെലിബ്രിറ്റിയുടെ കൂടെ നിന്നുകൊണ്ട് പബ്ലിക്കിനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും. താങ്ക്